Now, Indian economy le adutha or important essay, that is agricultural marketing and steps taken by the government to solve agriculture marketing and various alternative channels. ഇങ്ങനെ കമ്പൈൻ ചെയ്തിട്ടായിരിക്കും ഈ ഒരു ക്വസ്റ്റ്യൻ ഉണ്ടാവുക. എന്താണ് അഗ്രികൾച്ചർ മാർക്കറ്റിംഗ്, എന്താണ് അഗ്രികൾച്ചർ സ്റ്റെപ്സ് ടേക്കൺ, ആ അഗ്രികൾച്ചർ മാർക്കറ്റിംഗിലെ പ്രോബ്ലംസ് സോൾവ് ചെയ്യാൻ ഗവൺമെന്റ് എടുത്ത മെഷേഴ്സ് എന്താണ്, അതേപോലെ വേരിയസ് ഓൾട്ടർനേറ്റീവ് ചാനൽസ്, അങ്ങനെ ഒരു 3 സബ്സെക്ഷൻ ആയിട്ടായിരിക്കും ചിലപ്പം ഈ എസ്സേ ചോദിക്കുന്നത്. ഇറ്റ്സ് എൻ ഇമ്പോർട്ടൻറ്റ് എസ്സേ ക്വസ്റ്റ്യൻ ഫ്രം ഇന്ത്യൻ ഇക്കോണമി. ഓക്കെ, 8 മാർക്കിന് റിപ്പീറ്റഡ് ആയിട്ടുള്ള ചോദിച്ച ഒരു ക്വസ്റ്റ്യൻ ആണ് അഗ്രികൾച്ചർ മാർക്കറ്റിംഗ്. നമുക്ക് നോക്കാം എന്താണ് അഗ്രികൾച്ചർ മാർക്കറ്റിംഗ്. അഗ്രികൾച്ചർ മാർക്കറ്റിംഗ് എന്ന് പറയുന്നത് ഇറ്റ്സ് എ പ്രോസസ് വിച്ച് ഇൻവോൾവ്സ്, ആ ഒരു പ്രോസസ്സിൽ പല സാധനങ്ങളുണ്ട്. അസംബ്ലിംഗ് ഉണ്ട്, സ്റ്റോറേജ് ഉണ്ട്, പ്രോസസ്സിംഗ്, ട്രാൻസ്പോർട്ടേഷൻ, പാക്കിംഗ്, ഗ്രേഡിംഗ്, ഡിസ്ട്രിബ്യൂഷൻ ഓഫ് അഗ്രികൾച്ചർ കമ്മോഡിറ്റീസ്. അതായത് ഈ അഗ്രികൾച്ചർ കമ്മോഡിറ്റീസ് പല സ്ഥലത്തുനിന്നും ശേഖരിക്കുക, അത് പ്രോസസ്സ് ചെയ്യുക, അത് അസംബിൾ ചെയ്യുക, സ്റ്റോർ ചെയ്യുക, ഗ്രേഡ് ചെയ്യുക, പാക്ക് ചെയ്യുക, ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുക. ഇത്രയും പ്രോസസ്സുകളിനെ വിളിക്കുന്ന പേരാണ് നമ്മൾ എന്ത്, അഗ്രികൾച്ചറൽ മാർക്കറ്റിംഗ്. അഗ്രികൾച്ചർ മാർക്കറ്റിംഗ് എന്ന് പറയുമ്പോൾ ചിന്തിക്കണം, ഹിയർ വി use only agriculture products. Okay, now what are the measures taken? അടുത്ത സെക്ഷൻ, അടുത്ത കണ്ടന്റ്, അടുത്ത സബ് ടോപ്പിക് ചിലപ്പോൾ ഇങ്ങനെയായിരിക്കും ചോദിക്കുക, മെഷേഴ്സ് ടു ഇംപ്രൂവ് അഗ്രികൾച്ചർ മാർക്കറ്റിംഗ്. അപ്പം പോയിന്റ് ബൈ പോയിന്റ് ആയിട്ട് നിങ്ങൾ മെഷേഴ്സ് എഴുതണം. ഓക്കെ, ദ ഗവൺമെന്റ് ഹാസ് ഇനീഷ്യേറ്റഡ് ഫോളോയിങ് സ്റ്റെപ്സ് ടു ഇംപ്രൂവ് അഗ്രികൾച്ചർ മാർക്കറ്റിംഗ്. ഒന്നാമത്തത് റെഗുലേഷൻ, അതായത് എസ്റ്റാബ്ലിഷ്മെന്റ് ഓഫ് റെഗുലേറ്റഡ് മാർക്കറ്റ്സ് ആണ്, നിയന്ത്രിത വിപണികൾ. അവിടെ ഒരു ഫാമേഴ്സിനെ ആർക്കും ഒരു രീതിയിലും അളവിലോ തൂക്കത്തിലോ ഒന്നും തന്നെ എന്ത് ചെയ്യാൻ പറ്റില്ല, പറ്റിക്കാൻ പറ്റില്ല. ദാറ്റ് ഇസ് റെഗുലേറ്റഡ് മാർക്കറ്റ്. രണ്ടാമത്തത് കോപ്പറേറ്റീവ് മാർക്കറ്റിംഗ് ആണ്, അതായത് ഫാമേഴ്സ് അവരുടെ സാധനങ്ങൾ ഒന്നിച്ചിട്ട് അല്ലെങ്കിൽ ഗവൺമെന്റ് ഒരു ഏജൻസി ഏറ്റെടുത്ത് അത് വിൽക്കുന്നു. അപ്പൊ ഫാമേഴ്സിന് എന്ത് കിട്ടും, നല്ല അവരുടെ സാധനത്തിന് നല്ല വില കിട്ടും. അതാണ് കോപ്പറേറ്റീവ് മാർക്കറ്റിംഗ്. അടുത്തത് ഫാമേഴ്സിന് എന്ത് കൊടുക്കണം, ഇൻഫ്രാസ്ട്രക്ചറൽ ഫെസിലിറ്റീസ്, അത് ഗവൺമെന്റ് പ്രൊവൈഡ് ചെയ്യണം. അതായത് ഗ്രാമപ്രദേശങ്ങൾ നല്ല റോഡ്, സ്റ്റോറേജ് ഫെസിലിറ്റി, കോൾഡ് സ്റ്റോറേജ് ഫെസിലിറ്റീസ്, അതെല്ലാം ഫാമേഴ്സിന് നല്ല രീതിയിൽ കൊടുക്കണം. സാധനങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും കൊണ്ടുപോകാനും വരാനൊക്കെ ഉണ്ടാവില്ലേ. സോ വി ഹാവ് ടു പ്രൊവൈഡ് വാട്ട്, വേരിയസ് ഇൻഫ്രാസ്ട്രക്ചറൽ ഫെസിലിറ്റീസ്. അടുത്തത് മിനിമം സപ്പോർട്ട് പ്രൈസ് ഫോർ അഗ്രികൾച്ചർ പ്രൊഡ്യൂസ്. ഇപ്പൊ അഗ്രികൾച്ചർ പ്രൊഡ്യൂസിന്റെ വില താഴുകയാണെങ്കിൽ അത് പിടിച്ചു നിർത്താൻ വേണ്ടിയിട്ട് ഗവൺമെന്റ് എന്ത് ചെയ്യാം, മിനിമം സപ്പോർട്ട് പ്രൈസ് പോളിസി കൊണ്ടുവരണം. അതേപോലെ പബ്ലിക് ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം കൊണ്ടുവരിക, അതായത് ഗവൺമെന്റ് എന്ത് ചെയ്യുക, ഈ അഗ്രികൾച്ചർ സാധനങ്ങളെല്ലാം ഈ പബ്ലിക് ഡിസ്ട്രിബ്യൂഷൻ റേഷൻ കടകളിലൊക്കെ വഴി എന്ത് ചെയ്യുക, ജനങ്ങൾക്ക് കൊടുക്കുക. അതേപോലെ ക്രിയേഷൻ ഓഫ് ബഫർ സ്റ്റോക്ക്, അതാണ് അടുത്തത്. അതായത് ഈ ബഫർ സ്റ്റോക്ക് ക്രിയേറ്റ് ചെയ്യുക, സാധനങ്ങളെല്ലാം ഫാമേഴ്സിന്റെ കയ്യിൽ നിന്ന് ഗവൺമെന്റ് നല്ല വിലയ്ക്ക് വാങ്ങിയിട്ട് അത് FCI പോലുള്ള ഗോഡൌണുകളിൽ സൂക്ഷിച്ചു വെക്കുക. എന്നിട്ട് എന്തെങ്കിലും ഒരു ഷോർട്ടേജ് വരുന്ന സമയത്ത് ഇതിനകത്ത് അങ്ങോട്ട് ഇറക്കി അങ്ങ് കൊടുത്താൽ മതി. അതാണ് ക്രിയേഷൻ ഓഫ് ബഫർ സ്റ്റോക്ക്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ ഗവൺമെന്റ് എടുത്തതാണ്. അഗ്രികൾച്ചർ മാർക്കറ്റിംഗ് നല്ല രീതിയിൽ നടത്താൻ വേണ്ടി, അല്ലെങ്കിൽ അവിടെയുള്ള പ്രോബ്ലംസ് സോൾവ് ചെയ്യാൻ വേണ്ടി ഗവൺമെന്റ് കൊണ്ടുവന്ന ചില മെഷേഴ്സ് ആണ്. അതിന്റെ കൂടെ വേറൊരു ക്വസ്റ്റ്യൻ ക്ലബ് ചെയ്ത് ചോദിക്കാം, അതാണ് ഓൾട്ടർനേറ്റീവ് മാർക്കറ്റിംഗ് ചാനൽസ്. ഇപ്പം നമ്മുടെ ഫാമേഴ്സ് ഇഫ് ദേ സെൽ ദെയർ പ്രോഡക്റ്റ് ഡയറക്ട്ലി ടു ദ കൺസ്യൂമേഴ്സ് ഇറ്റ് വിൽ ഇൻക്രീസ് ദെയർ ഇൻകം. അതായത് ഫാമേഴ്സ് അവരുടെ സാധനങ്ങൾ നേരിട്ടാണ് മാർക്കറ്റിൽ കൊണ്ടു കൊടുക്കുന്നതെങ്കിൽ അത് എന്ത് ചെയ്യും, അവർക്ക് കിട്ടുന്ന വരുമാനം കൂടും. അതായത് ഫാമേഴ്സിനാരും പറ്റിക്കത്തില്ലല്ലോ നേരിട്ട് വിൽക്കുകയാണെങ്കിൽ. പക്ഷേ അങ്ങനെ ദ ഫോളോയിങ് ടേബിൾ ഷോ സം ഓഫ് ദ എക്സാമ്പിൾസ് ഫോർ എമർജിംഗ് മാർക്കറ്റിംഗ് ചാനൽസ്. അപ്പൊ ഇവിടെ കുറച്ച് 4 മാർക്കറ്റിന്റെ പേര് പറയുന്നുണ്ട്. ഇവിടെ ഈ മാർക്കറ്റിന്റെ പ്രത്യേകത എന്താ വെച്ചാൽ ഇവിടെ ഫാമേഴ്സിന് നേരിട്ട് പോവാം, they can sell their products and they will get higher income. അപ്പൊ നോക്കിയേ, കുറെ മണ്ടികളാണ്, ദാറ്റ് ഇസ് ചന്ത. ഓക്കെ, അപ്പിനി മണ്ടി, അതായത് പഞ്ചാബ്, ഹരിയാന, രാജസ്ഥാനിൽ ഉള്ള മാർക്കറ്റ് ആണ് അപ്പിനി മണ്ടി. അതേപോലെ റൈത്തു ബസാർ ഇൻ ആന്ധ്രാപ്രദേശ്, ആന്ധ്രാപ്രദേശിൽ അതിനെ റൈത്തു ബസാർ എന്ന് വിളിക്കും. അതേപോലെ പൂനെയില് ഹദാസ്പാർ മണ്ടി എന്ന് വിളിക്കും. തമിഴ്നാട്ടിൽ വി കോൾ ഇറ്റ് ആസ് ഉഴുവ സാൻഡീസ്. അപ്പൊ ഈ പേര് ഏതൊക്കെ സംസ്ഥാനങ്ങളിൽ എന്നുള്ളത് പഠിക്കണം. അപ്പിനി മണ്ടി, ഉഴുവ സാൻഡീസ്, റൈത്തു ബസാർ, ഹദാസ്പാർ മണ്ടി, അങ്ങനെയുള്ള പല ചന്തകളുണ്ട് നമ്മുടെ ഇവിടെ. ആ ചന്തകളിൽ ഞാൻ പറഞ്ഞു നമ്മൾക്ക് എന്ത് ചെയ്യാം, ഫാമേഴ്സിന് നേരിട്ട് അവരുടെ സാധനങ്ങൾ എന്ത് ചെയ്യാം, കൊണ്ടുപോയി വിൽക്കാം. അപ്പൊ അവിടെ ആരും പറ്റിക്കപ്പെടുന്നില്ല, കാരണം ഫാമേഴ്സിന് അവരുടെ സാധനങ്ങൾ വിൽക്കുന്നു, നല്ല ന്യായമായ വില കിട്ടുന്നു. അപ്പൊ ഈ ഒരു സംഭവം എന്താ പറയാ, എസ്സേ ക്വസ്റ്റ്യനിൽ ഈ അടുത്ത കാലത്തായിട്ട് ചോദിച്ചു വന്ന ഒരു ട്രെൻഡ് ഉണ്ട്, അഗ്രികൾച്ചർ മാർക്കറ്റിംഗ് എന്ന്. ഓക്കെ.